നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് KR. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UDFിലെ ജാഫർ മാഷ് രാജിവെച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിന് വോട്ട് ചെയ്തത് കയ്യബദ്ധമാണെന്ന് ജാഫറിന്റെ വിശദീകരണം. ജാഫർ ചതിച്ചെന്ന് UDFും പ്രതിഷേധം ശക്തമായതോടെ മുസ്ലിം ലീഗ് നേതൃത്വവും പടിയിറക്കം ആവശ്യപ്പെട്ടു. പണത്തിന് മുന്നിൽ വീഴുന്നവനല്ല താനെന്ന് പ്രതികരിച്ച ജാഫർ പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് രാജി നൽകിയത്. വിയൂർ ജയിൽ പരിസരത്ത് നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ തമിഴ്നാട്ടിൽ പിടിയിലായി. തെങ്കാശി ഊട്ടുമലയിൽ തമിഴ്നാട് പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ കുടുങ്ങിയത്. കൊലപാതകമടക്കം 80ഓളം കേസുകളിൽ പ്രതിയായ ബാലമുരുകനെ കോടതി റിമാൻഡ് ചെയ്തു. നവംബർ 3 രക്ഷപ്പെട്ട പ്രതിയെ കേരള പോലീസിന് വിട്ടുകിട്ടാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. ബസ്സിൽ നഷ്ടപ്പെട്ട 2 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണം തിരികെ നൽകി ബസ് ജീവനക്കാർ മാതൃകയായി. ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന വടക്കുനാഥൻ ബസ്സിലാണ് മണ്ണാർക്കാട് സ്വദേശിനിയായ വിദ്യാർത്ഥിയുടെ കൈച്ചെയിൻ നഷ്ടപ്പെട്ടത്. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് ബസ് ഉടമയും ജീവനക്കാരും നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആഭരണം ഉടമയ്ക്ക് കൈമാറി. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ അപകട പരമ്പര. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. നിയന്ത്രണം വിട്ട കാർ പച്ചക്കറിക്കടയിലേക്ക് ഇടിച്ചു കയറി. ഓട്ടോറിക്ഷയിലും പോസ്റ്റിലും ഇടിച്ച കാറിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മീറ്ററുകൾക്കപ്പുറം വെട്ടിക്കാട്ടിരിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. പട്ടാമ്പി സ്വദേശി കുടുംബവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.